ഇവിടെ ഈ അയ്യപ്പ സംഗമം നടത്തുക വഴി എന്തോ ഒരു വലിയ രാഷ്ട്രീയ വ്യതിയാനം, അത് പരസ്യമായി ഏറ്റുപറയാൻ കഴിയാത്ത ഒരു രഹസ്യ നീക്കം CPM നടത്തുന്നു. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, തദ്ദേശവും നിയമസഭയും കടന്നുകൂടുക. അങ്ങനെയാണോ താങ്കളും ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? പല വിമർശനങ്ങളും ഉയർത്താനുണ്ട്. പക്ഷേ 2018 വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മാധ്യമങ്ങളോടും വിമർശനം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഉന്നയിച്ചത് ഈ രാഷ്ട്രീയ നേട്ടം ആർക്കിട്ടുന്നായിരുന്നോ? അതായത് അംബേദ്കർ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് നടത്തിയ വിമർശനമുണ്ട്. രണ്ട് കാര്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമുണ്ട്. ഒന്ന് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണം, സാമൂഹ്യ വിമർശനം. രണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ഇതിൽ ഒന്ന് കൈയൊഴിഞ്ഞു, രാഷ്ട്രീയ സ്വാതന്ത്ര്യക്ക് മാത്രം കേന്ദ്രീകരിച്ചു എന്നായിരുന്നു അംബേദ്കർ വിമർശനം. ആ വിമർശനം ഇവിടെയും മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. കാര്യം ഈ വിഷയത്തിൽ സാമൂഹ്യ വിമർശനമുണ്ട്. ആ ആംഗിളിനെ പരിപൂർണമായി മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയമായ കടുപിടിയും അവർക്ക് പല നേട്ടം. ഇപ്പോൾ ഉദാഹരണത്തിന് ജയിക്ക് പറഞ്ഞില്ലേ, കാരണം ഇതിനകത്ത് മറ്റേതായ എല്ലാവരെയും കോൺഗ്രസിനെയും മറ്റൊക്കെ സമൂഹം ബഹിഷ്കരിച്ചു. ആ സാമൂഹ്യ ബഹിഷ്കരണം 2018 CPM നേരിട്ടതാണോ CPM ഭയപ്പെടുന്ന കാര്യം? അപ്പോൾ ആ സാമൂഹ്യ വിമർശനം ഉള്ളടക്കം ഇവിടെ ഉയർത്തേണ്ടവരുണ്ട്. ഇവിടുത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കണം, ചില ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ്. ആരാണത് പറഞ്ഞത്? കേരളത്തിൽ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. ഈ ആഹ്വാനം കേരളത്തിൽ എത്ര പേര് കേട്ടു? കേരള സാംസ്കാരിക സമൂഹം മുഴുവൻ കേട്ടു. അന്ന് നവോത്ഥാന സദസ്സുകൾ കേരളം മുഴുവൻ ഉണ്ടായി. നവോത്ഥാന ഭരണഘടനാ മൂല്യം, ഭരണഘടനാ ധാർമ്മികത ആര് ഉയർത്തിപ്പിടിച്ചു കേരളത്തിൽ? അതെവിടെ പോയി? ഭരണഘടന ആർട്ടിക്കിൾ 15, അതായത് അൺടച്ചബിലിറ്റി ആയിരുന്നു എൻ്റെ അകത്ത് ഇൻവോക്ക് ചെയ്യപ്പെട്ടത്. ആ അൺടച്ചബിലിറ്റിയെ കുറിച്ചുള്ള വാദം എവിടെ പോയി? അപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായോ? ഞങ്ങൾ ചൂട് മാറ്റാൻ പോവാണോ? അങ്ങനെയാണ്. അത് അപമാനകരമായിരിക്കും. ഈ ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ചില സൗകര്യങ്ങളുണ്ട്. കാര്യം ഉദാഹരണത്തിന് നമുക്ക് വോട്ട് തേടി യാചകരെ പോലെ ഈ സാമുദായിക നേതാക്കളുടെ, എന്നെ സംബന്ധിച്ച് ജാതി നേതാക്കളുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് സൗകര്യമുണ്ട്. അപ്പം അത് ചെയ്യാം. അത് പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ചും ഇവരൊക്കെ ബഹുമാന്യരായിരിക്കും. പക്ഷേ ഈ ജാതി നേതാക്കളെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ട് നിർത്തി തന്നെ നമ്മുടെ പൗരസമൂഹം നേടിയിട്ടുള്ള പുതിയ കാര്യങ്ങൾക്ക് എതിരാണ്. അവർക്ക് അത്ര ഒരു സ്ഥാനം, അവരവരുടെ ജാതി പ്രശ്നങ്ങളെ നോക്കി നടത്തേണ്ട ആൾക്കാരാണ്. അതിനപ്പുറത്ത് ഒരു യാതൊരു റെലവൻസും അവർക്കില്ല. ഇത് മാത്രമല്ല, നാളെ സൃഷ്ടിക്കാൻ പോകുന്ന മാരമൻ കൺവെൻഷൻ പോലെ സർക്കാർ സ്പോൺസേഡ് കൺവെൻഷൻ, ഇത് ഒരു ആചാരമായാലോ? ഈ അയ്യപ്പ കൺവെൻഷൻ ആചാരവസായതിൻ്റെ ഭാവിയിൽ. അപ്പോൾ ഇത് തെറ്റായൊരു സംഭവം ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ആ തെറ്റായ സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് സാമൂഹ്യ വിമർശനം ഇവിടെ പോയി. ആ സാമൂഹ്യ വിമർശനം എന്ന് പറഞ്ഞാൽ അവിടെ 16-50 വയസ്സ് സ്ത്രീകളായി കയറുന്നതുമായി ബന്ധപ്പെട്ട് ഞാനത് ചടിപിടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വിശദമായ ആലോചനയ്ക്ക് വേദിയാക്കാം. ആ വിശദമായ ആലോചനയ്ക്ക് വേദിയാക്കാവേണ്ട കാര്യമായിരുന്നു. ഇനിയൊരു കാര്യം നമ്മൾ നോക്കേണ്ട കാര്യം, ഇന്ന് സുപ്രീം കോടതിയിലെ കേസ് നിൽക്കുന്നുണ്ട്. നിലപാട് മാറ്റാൻ പോകണം. നാളെ സുപ്രീം കോടതി ഒരു പക്ഷേ ഈ സർക്കാർ നിലനിൽക്കുക, അല്ലെങ്കിൽ അടുത്ത സർക്കാർ ഈ സർക്കാർ തന്നെയാണെങ്കിൽ സുപ്രീം കോടതി ഈ വിധി നിലനിർത്താൻ പോകുന്നത്. ദാമോദരൻ, ഞാൻ അങ്ങനെ തടസ്സപ്പെടുത്തുകയല്ല. രാഹുൽ പറഞ്ഞതിന് വേണമെങ്കിൽ അങ്ങേക്ക് മറുപടി പറയാം. രാഹുൽ പറയുന്നത് എത്ര ഒറ്റ വരി പറയാം. ദാമോദർജി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, കലികാലം തീരുന്നവരെ ശബരിമല യുവതികൾ കയറില്ല. അങ്ങനെ ആരും വെള്ളം വെക്കണ്ട. അത് രാഹുലിന് അങ്ങനെ അഭിപ്രായം വിശ്വാസം നടത്താൻ കാര്യം. സമൂഹത്തിൽ ഉദാഹരണത്തിന് ഇദ്ദേഹം നേരത്തെ ജയിക്കന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, AKGയും P കൃഷ്ണപിള്ളയും. AKGയും P കൃഷ്ണപിള്ളയും കുറെ ആൾക്കാരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണം പറയട്ടെ. നിങ്ങൾ ഇടയിൽ കയറി പറഞ്ഞാൽ അത് തന്നെ സഹിഷ്ണുതയില്ലായ്മയാണല്ലോ. അത്ര സഹിഷ്ണുത ഇല്ലാത്ത എന്ത് പണിയത്? പറഞ്ഞോട്ടെ. അല്ല, അങ്ങനെ വേണ്ട. ദാമോദരൻ പറയട്ടെ. ശ്രീ രാഹുൽ, നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ടല്ലോ. തർക്കമുണ്ടല്ലോ. AKGയും P കൃഷ്ണപിള്ളയും കുറെ ആൾക്കാരെ ക്ഷേത്രവിശ്വാസികളാക്കാൻ വേണ്ടി കൊണ്ടുപോയതോ അല്ല. അവിടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് എന്തായാലും അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. 21 നൂറ്റാണ്ടിലൊരു യുവ നേതാവ് അങ്ങനെ പറയരുത്. AKGയും P കൃഷ്ണപിള്ളയും അവിടെ പോയിട്ട് അവിടെ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷേത്രപ്രവേശനം എന്നൊരു അവിടുത്തെ ഹിന്ദുമത ആചാരമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ വൈക്കത്ത് നടന്ന പോലെ ഒരു ആചാരത്തിനെതിരെ അത് ഒരു വിഭാഗം ജനങ്ങളെ വിവേചനപൂർവ്വം മാറ്റി നിർത്തുന്നതിന് സമരം നടത്തുക. അല്ലാണ്ട് കുറെ ആൾക്കാർ വിശ്വാസികളെ കൂട്ടിക്കൊണ്ടുപോയതല്ല. അതിനെതിരെ സമരം. അല്ലാണ്ട് കുറെ വിശ്വാസികളെ സംബന്ധിച്ച് ദാമോദരന്റെ കാര്യം പറയുമല്ലോ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഈ സമരങ്ങൾക്ക് ശേഷം എത്ര കഴിഞ്ഞിട്ടാണ് ആ പ്രവേശനം കിട്ടിയത്, വൈക്കത്തിന് മുന്നോട്ട് നടക്കാൻ കഴിഞ്ഞത് എന്ന് വലിയൊരു കാലം എടുത്തു. തീർച്ചയായിട്ടും വലിയ കാര്യം. അന്ന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാര്യം ഇന്ന് ശബരിമല ഈ ഉടൻ സുപ്രീം കോടതി വിധി വന്ന പിറ്റേ ദിവസം തന്നെ നടപ്പാക്കാൻ പോയതിൻ്റെ പ്രശ്നമാണ്. കാര്യം അന്ന് ആത്മീയത സമരമണ്ഡലമായിരുന്നു. ശ്രീനാരായണപുരം 1880 തുടങ്ങിയത് വലിയൊരു സമരത്തിൻ്റെ ഭാഗമാണ് റിസൾട്ട്. പിറ്റേ ദിവസം രാവിലെ നവോത്ഥാന സദസ്സ് തുടങ്ങി കഥാപ്രസംഗം നടത്തുന്ന പരിപാടി എന്നുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മൾ ഭരണഘടന സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു അടവ് നയം എടുത്താൽ നാളെ മറ്റൊരു ഘട്ടത്തിൽ ഈ ഭരണഘടന തള്ളി പറഞ്ഞു ഇതൊരു അടവ് നയമാണല്ലോ. ഒരു കാലത്ത് അടവ് എന്ന് പറയുന്നത് ആചാരം ലംഘിക്കണം. ഇപ്പോൾ അടവ് നയം മാറ്റി ഞങ്ങൾ ആചാരം സംരക്ഷിക്കപ്പെടണം. ഇതുപോലെ ഇന്ന് ഭരണഘടന സംരക്ഷിക്കപ്പെടണം. നാളെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞാലോ, ഇന്ന് ഗാന്ധിയെയും അംബേദ്കറെയും കുറിച്ച് പ്രഭാഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ മറ്റൊരു ഘട്ടത്തിൽ അടവ് നയം ഗാന്ധി അംബേദ്കറെ തള്ളി പറഞ്ഞാലോ. അപ്പോൾ വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. ഒരു വിശ്വാസയോഗ്യമല്ല. കാര്യം ഇന്നൊരു അഭിപ്രായം, നാളെ വേറെ അഭിപ്രായം. അതായത് മുഖ്യമന്ത്രിയെ തന്നെ ഞാൻ കോട്ട് ചെയ്യാം. 4 വോട്ട് കിട്ടാൻ വേണ്ടിയല്ല നവോത്ഥാന ശ്രമം നടത്തിയത്. ഇപ്പം 4 വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. 4 വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയായി. ഇതാണ് യാഥാർത്ഥ്യം. ഇത് കോൺഗ്രസിന് വിഷമമുണ്ടായിരിക്കും, തീർച്ചയായും BJPക്ക് വിഷമമുണ്ടായിരിക്കും, CPI അത് കൊണ്ടുപോകണമെന്ന്. പക്ഷേ ഇവിടെ സാമൂഹ്യ വിമർശനമാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലെന്ത് നിലപാടാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? തീർച്ചയായും ആഗോള വേദി ഉപയോഗിക്കാൻ വേണ്ടി അയ്യപ്പ സംഘം വേദി ഉപയോഗിക്കായിരുന്നു. രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, അതുപോലെ മറ്റ് സംഘടനകളോ, NSS ഉണ്ടല്ലോ, അവരെ വിളിക്കാമല്ലോ.
സർക്കാരിൻ്റെ നിലപാട് ഇതാണ് പുരോഗമന നിലപാട്. ഈ പുരോഗമന നിലപാട് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ നിലപാട്. നിങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാട് NSSന്, നിങ്ങൾ ഈ കേസ് പിൻവലിക്കൂ, നമുക്ക് സമവായത്തിലൂടെ കാര്യം പരിഹരിക്കാം. അത് പറയാനല്ലല്ലോ, മറിച്ച് ഈ സമുദായ നേതാക്കൾ, അതായത് ജാതി നേതാക്കളുടെ വീട്ടിൽ വോട്ട് തേടി പോകാൻ വേണ്ടിയല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. പേരെ വീട്ടിൽ വോട്ട് തേടി പോകണത് നിങ്ങളെല്ലാം വോട്ട് തേടി ഭിക്ഷ യാഴ്ചയോടെ പോകണം നമ്മൾ കണ്ടിട്ടുണ്ട് TV ചാനലുകളിൽ. അപ്പോൾ അതിന് വേണ്ടിയല്ലേ ഈ പണി ചെയ്യുന്നത്? അപ്പോൾ സത്യം പറഞ്ഞ ഒരു ധാർമ്മികതയില്ല, ഭരണഘടനാ ധാർമ്മികതയില്ല, രാഷ്ട്രീയ ധാർമ്മികതയില്ല, ഒരു സത്സന്ധയില്ല. ഇത് രാഷ്ട്രീയക്കാരെ സംഘം പിന്നെ ഞാൻ മനസ്സിലാക്കുക. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മുടെ സാംസ്കാരിക നയരെവിടെ? എന്തായിരുന്നു അന്നത്തെ കാലത്ത് പുകില്? നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവാം. അന്ന് അപ്പോഴും അവസരം ഉണ്ടായിരുന്നു. കാര്യം സമവായത്തെക്കുറിച്ച് അന്ന് പറയാൻ അവസരം ഉണ്ടായിരുന്നു. ഞാനത് വിശ്വസിച്ച ഒരാളാണ്. കാര്യം പെട്ടെന്ന് നടപ്പാക്കുന്നതിനേക്കാൾ സമവായത്തിലൂടെ നടപ്പാക്കാൻ പറ്റുള്ളൂ. കാര്യം എന്തായാലും ആചാരങ്ങൾ ലോകത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് കാലാകാലം നിൽക്കണം, ലോകത്തെ എല്ലാ കാലത്തും പറഞ്ഞാൽ അതൊക്കെ സമവായത്തിലൂടെ ആ സമൂഹം ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യമാണ്. ഇന്ന് അവരെവിടെ ഒരു തരിമ്പെങ്കിലും ആത്മാവിനുണ്ടെങ്കിൽ കേരളത്തിലെ ഈ സാംസ്കാരിക പ്രവർത്തകരും നായകന്മാർ എഴുത്തുകാരും ഒരു വാക്കിനും പറയണ്ടേ? ഇവരല്ലേ ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞത്? ഇവരല്ലേ ആചാരരംഗത്തെക്കുറിച്ച് പറഞ്ഞത്? ഇവരല്ലേ അബ്രാഹ്മണിക ക്ഷേത്രമാണ് ശബരിമലയെ കുറിച്ച് പറഞ്ഞത്? ഇവരല്ലേ അരയ സമുദായത്തിന് അവിടെ അവകാശമുണ്ടെന്ന് പറഞ്ഞത്? ഇപ്പൊ എന്തായി അവരുടെ അഭിപ്രായം? അല്ല സാറേ, രാഹുൽ ഈശ്വറാണ് അത് പറഞ്ഞത്. രാഹുൽ ഈശ്വറിന്റെ കേസാണ് ഹൈക്കോടതി കിടക്കുന്നത്. വിഷയങ്ങൾ അറിയാതെ മലയാളിമാർക്ക് വേണ്ടി കേസ് കൊടുത്തത് ശരി എന്ന് മാത്രമല്ല രാഹുൽ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് വേണം ഈ സംഗമം നടത്താനെന്ന് പോലും ദാമോദർ പറയുകയുണ്ടായി. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. കാര്യം പറഞ്ഞു, ഈ സാമൂഹ്യ വിമർശനം പരിപൂർണ്ണം ഒഴിവാക്കി അതിന് ഈ അടവ് നയപരമായിട്ട് വിധേയപ്പെട്ട് ജാതി സംഘടനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് 4 വോട്ട് കേട്ട് അധികാരം നടത്താൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാട് വഞ്ചനാപരമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ കയറുന്ന സാംസ്കാരിക മേഖല ആൾക്കാരില്ലെങ്കിൽ അവരും ആത്മവഞ്ചനയും നാണക്കേടും വാലാട്ടികളുമായി തീർന്നാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരി, രൂക്ഷമായ വിമർശനമാണ്. ജയിക്ക് അതിന് മറുപടി. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ജയിക്കിലേക്ക്.